പൊള്ളുന്ന ചായയോ കാപ്പിയോ സ്ഥിരമായി കുടിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് അത്ര സുഖകരമല്ലാത്ത ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ചായ ചൂടാറിയാൽ ദേഷ്യപ്പെടുന്ന ആളുകളുണ്ട്. ചൂട് നോക്കാതെ ഒറ്റയടിക്ക് ചായ കുടിക്കുന്ന ചിലരുമുണ്ട്. ചൂടില്ലാതെ ചായയോ കാപ്പിയോ ആസ്വദിച്ചു കുടിക്കാനാവില്ല എന്നതാണ് ഇതിന് പറയുന്ന ന്യായം. ചൂടോടെ ചായ കുടിക്കുന്നത് ശരീരത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമോ എന്ന് എപ്പോഴെങ്കിലും സ്വയം ചോദിച്ചിട്ടുണ്ടോ? എന്നാൽ ചോദിക്കാൻ സമയമായി. ചൂട് കൂടുതലുള്ള പാനീയങ്ങൾ ക്യാൻസറിന് കാരണമായേക്കാമെന്ന് തെളിയിക്കുന്ന പഠനം പുറത്തു വന്നിരിക്കുകയാണ്. അന്നനാളത്തെ ബാധിക്കുന്ന അപൂർവമായ ഈസോഫാഗിയൽ ക്യാൻസർ വരാനാണ് ചൂടുള്ള പാനീയങ്ങൾ കാരണമാവുന്നത്. ചായയിലെയോ കാപ്പിയിലെയോ രാസവസ്തുക്കളല്ല, മറിച്ച് ചൂട് തന്നെയാണ് ഈ ക്യാൻസറിന് കാരണമാവുന്നത്. ഗവേഷണ പഠനങ്ങളുടെ സമന്വയമായ മെറ്റാ അനാലിസിസ് ഗവേഷണപ്രകാരമാണ് ഈസോഫാഗിയൽ സ്ക്വാമസ് സെൽ കാർസിനോമ എന്ന ക്യാൻസർ വരാൻ ചൂട് പാനീയങ്ങൾ കുടിക്കുന്നവർക്കുള്ള സാധ്യത കൂടുതലാണെന്ന് കണ്ടെത്തിയത്. ചൂട് ചായ കുടിക്കുന്നത് നാക്കിനെ പൊള്ളിക്കാറുള്ളത് പോലെ അന്നനാളത്തിനും പോറലേൽപ്പിക്കുന്നുണ്ട്. ആവർത്തിച്ചാവർത്തിച്ച് ചൂട് ദ്രാവകങ്ങൾ കുടിക്കുന്നതാണ് പിന്നീട് ക്യാൻസറിന് വഴിവെക്കുന്നത്. അമിതമായി ചൂടുള്ള പദാർത്ഥങ്ങൾ കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും അന്നനാളത്തിന്റെ ആവരണമാണ് ചൂട് ആഗിരണം ചെയ്യുന്നത്. എന്നാൽ അമിതമായ ചൂട് ആവരണത്തിൽ പോറലുണ്ടാക്കുന്നു. വീണ്ടും വീണ്ടും ചൂട് പാനീയങ്ങൾ കുടിക്കുമ്പോൾ ഈ പോറലുകൾ ഉണങ്ങാതെയാവുന്നു. ഇത് വീക്കത്തിനും കോശങ്ങൾ നശിക്കുന്നതിനും ഒടുവിൽ ക്യാൻസർ വികസിക്കുന്നതിനും കാരണമായേക്കാം. ക്രമാനുഗതമായാണ് ഈ പരിക്ക് വരുന്നത്. ഒന്നോ രണ്ടോ തവണ ചൂട് കൂടുതലുള്ള പാനീയം കുടിക്കുന്നതിലൂടെ അപകടമൊന്നുമില്ലെങ്കിലും തുടർച്ചയായുള്ള കുടിക്കലാണ് പ്രശ്നത്തെ ഗുരുതരമാക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ ക്യാൻസർ ഗവേഷണ വിഭാഗം 65°C മുകളിലുള്ള പാനീയങ്ങൾ ക്യാൻസറിന് കാരണമായേക്കാമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചൂടുള്ള പാനീയങ്ങൾക്കൊപ്പം പുകവലിയും കൊഴുപ്പ് കൂടുതലുള്ള മാംസാഹാരം കഴിക്കുന്നതും അന്നനാള ക്യാൻസർ വരാൻ 10 മടങ്ങ് സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇതിന് പുറമെ മദ്യപാനം കൂടിയുണ്ടെങ്കിൽ വീണ്ടും ക്യാൻസർ സാധ്യത ഉയരുന്നു. ചൂടുള്ള പാനീയങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പുകവലിയും പൊണ്ണത്തടിയുമാണ് അന്നനാള ക്യാൻസറിന് കാരണമായേക്കാവുന്ന മറ്റു ഘടകങ്ങൾ. ആവി പറക്കുന്ന ഭക്ഷണമോ പാനീയമോ ആണെങ്കിൽ 1-2 മിനിറ്റ് ആറുന്നതിനായി കാത്തിരിക്കുന്നതിലൂടെ അന്നനാള ക്യാൻസറിനുള്ള സാധ്യത കുറക്കാവുന്നതാണ്. വളരെയേറെ ചൂട് കഴിച്ചു ശീലമുള്ളവർക്ക് സാധാരണയിൽ കവിഞ്ഞ ചൂട് പ്രശ്നമായി തോന്നിയേക്കില്ല. എന്നാൽ 65°C ആണ് ഭക്ഷണം കഴിക്കാവുന്ന പരമാവധി ചൂടെന്ന് ഉറപ്പാക്കണം. ഇത് കൂടാതെ മദ്യപാനം, പുകവലി, ശരീരഭാരം എന്നിവ നിയന്ത്രിക്കുന്നതും അന്നനാള ക്യാൻസറിനെ തടയുന്നതിന് മികച്ച പ്രതിരോധങ്ങളാണ്.